ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഭഗവതി മഠം ചാനലിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് മലയാള മാസം ചിങ്ങം 1 തുടങ്ങിയിരിക്കുകയാണ്. 1200 ആണ്ടില് ചിങ്ങമാസം 1 തീയതി തുടങ്ങി. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാള മാസം 1 എന്നുള്ളത് ഒരു മാസാരംഭം പോലെ തന്നെ ചിങ്ങമാസം 1 എന്നുള്ളത് ഒരു വർഷ ആരംഭമാണ്. ഈ ചിങ്ങമാസം 1 തീയതിക്ക് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. നമ്മുടെ മലയാള ഭാഷാ ദിനം എന്നുള്ളതും കർഷക ദിനം എന്നുള്ളതും ഒക്കെ ഈ ചിങ്ങമാസം 1 തീയതിക്ക് പ്രത്യേകത എടുത്ത് പറയേണ്ടതാണ്. 1200 ആണ്ടാണ് ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ തുടക്കം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഒരു നൂറ്റാണ്ട് കണക്കിൽ പെടുത്തി പറയുകയാണെങ്കിൽ 1 മുതൽ 100 വരെയാണ് ഒരു നൂറ്റാണ്ടായിട്ട് കണക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 1201 ആകുമ്പോഴാണ് കണക്ക് പ്രകാരം ഒരു നൂറ്റാണ്ട് തുടങ്ങുന്നത്. എന്നെങ്കിൽ പോലും 1200 ആണ്ട് എന്നുള്ളത് ഒരു നൂറ്റാണ്ടിന്റെ തുടക്കമായി തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങമാസം 1 തീയതി മുതൽ ചിങ്ങമാസം 31 തീയതി വരെയുള്ള ഒരു മാസ കാലയളവിൽ ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്കും വരാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് ഈ ഒരു കൊല്ലവർഷത്തിലെ 1200 ആണ്ടില് മൊത്തത്തിലുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഓരോ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങൾ നമ്മൾ ഒന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ തൽക്കാലം ചെയ്യുന്നത് വരുന്ന ചിങ്ങമാസത്തിൽ അശ്വതി മുതൽ 27 നക്ഷത്രം രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു മാസം എങ്ങനെ ഉണ്ടാകും എന്നാണ് നമുക്കൊന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. 1200 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ 31 തീയതി വരെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഡേറ്റ് കണക്കാക്കുമ്പോൾ 2024 ഓഗസ്റ്റ് മാസം 17 തീയതി മുതൽ സെപ്റ്റംബർ മാസം 16 തീയതി വരെയുള്ള ദിവസങ്ങളിലുള്ള കണക്കാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. പുതിയ തരം യന്ത്ര സാമഗ്രികൾ കച്ചവടം ചെയ്ത് ധനലാഭങ്ങൾ ഉണ്ടാക്കും. ഏത് പ്രവൃത്തിയിലും കഴിവ് പ്രദർശിപ്പിക്കുകയും ചെയ്യും. പ്രമേഹം, രക്തസമ്മർദ്ദം എന്നീ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കുകയും ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടതായും വരും. ചിങ്ങമാസത്തിലെ 5, 6, 7, 9, 13, 18, 21, 21, 9 എന്നീ തീയതികൾ ഗുണം കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമായിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ വരുന്ന ചിങ്ങമാസത്തില് എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി ശ്രമിക്കുന്നവരും ഭൂമി ഇടപാടുകളിൽ ലാഭമുണ്ടാക്കുന്നവരും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിപ്പിക്കുന്നവരുമായിരിക്കും. വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലമാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. അലസത കാരണം സ്ഥാനനഷ്ടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണത്. അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലെ 1, 2, 3, 8, 11, 14, 27 എന്നീ ദിവസങ്ങൾ അതീവ ഗുണകരമുള്ള ദിവസങ്ങളാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സും കാണപ്പെടും. കൃഷിയിൽ നിന്നും വാടക ഇനത്തിൽ നിന്നും വരുമാനം വർദ്ധിക്കും. വീട് മോടി പിടിപ്പിക്കുകയും പുതിയ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരികെ കിട്ടുവാനും സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലെ 2, 3, 10, 13, 18, 20, 26 എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമായിരിക്കുകയില്ല. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധാരാളം ജോലികൾ ചെയ്തു തീർക്കാറുണ്ട് എങ്കിലും ഒന്നിലും ശ്രദ്ധ കിട്ടുകയില്ല. മനസ്സന്തോഷം കുറയുകയും സാമ്പത്തികമായി ദോഷസമയം ഉണ്ടാകുകയും ചെയ്യും. വസ്തുവകകൾ വിൽക്കുവാൻ ശ്രമിക്കുമെങ്കിലും തടസ്സം മൂലം അത് സാധിക്കുകയില്ല. കടബാധ്യതകൾ മധ്യസ്ഥത മുഖേന തീരുമാനമുണ്ടാകും. ചിങ്ങമാസത്തിന്റെ 3, 4, 6, 12, 15, 19, 23 തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള തീയതികളാണ്. മകേര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർ മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കും. അവനവന് അനുകൂലമായ ചില സർക്കാർ ഉത്തരവുകൾ ഉണ്ടായെന്നും വരാം. സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. ചിങ്ങമാസത്തിലെ 1, 7, 8, 10, 14, 19, 27, 28 എന്നീ തീയതികൾ വളരെയധികം ശോഭനമായുള്ള കാലഘട്ടമായിരിക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ മനസ്സ് പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നീച സംസർഗം കൊണ്ട് പല വിഷമങ്ങളും ഉണ്ടാവുകയും ചെയ്യും. താൻ നേടിയെടുത്ത കാര്യത്തെ ചൊല്ലി അഭിമാനം കൊള്ളുന്ന കാലഘട്ടമായിരിക്കും ചിങ്ങമാസം. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രീഭവിക്കുകയും ചെയ്യും. ചിങ്ങത്തിലെ 5,
6, 9, 19, 21, 24, 25, 27, 28, 29, 30 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. സ്വർണ്ണ വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവുകൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. പിതാവിന്റെ അസുഖം സംബന്ധിച്ച് ധാരാളം ചെലവുകൾ ഒരുപക്ഷെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാണ്. ചിങ്ങത്തിലെ 1, 7, 8, 9, 10, 16, 19, 21, 26, 27 എന്നീ ദിവസങ്ങൾ മേന്മ കുറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. പൂയ നക്ഷത്രത്തിന്റെ ചിങ്ങമാസം യാത്രാ സമയത്ത് പുതിയ ചില വ്യക്തികളുമായി ബന്ധപ്പെടാൻ ഇടയുള്ള സാഹചര്യം ഉണ്ടാകും. കർമ്മസ്ഥാനം ശോഭനമായി വരുന്നതാണ്. കൃഷിയിൽ നിന്ന് ആദായം വർദ്ധിക്കുകയും ചെയ്യും. ശിലാഫലകങ്ങൾ സ്ഥാപിക്കാനുള്ള ചുമതല ഒരുപക്ഷെ ലഭിക്കും. മന്ത്രിമാർക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനും കഴിയും. ചിങ്ങത്തിലെ 1, 2, 3, 4, 7, 9, 12, 13, 20, 25 എന്നീ തീയതികൾ വളരെയധികം ശോഭനമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് വിചാരിക്കാത്ത സന്ദർഭങ്ങളിൽ ധനലാഭം ഉണ്ടാകും. വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടും. ഭൂമി ക്രയവിക്രയം നടത്തുകയും ചെയ്യും. തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുവാനും പുതിയ ബിസിനസ് ആരംഭിക്കുവാനും സാധിക്കും. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതിനും ദൂരദേശ യാത്രകൾ ഗുണം ചെയ്യുന്നതിനും സാധ്യതയുള്ള കാലഘട്ടമാണ് ഈ വരുന്ന ചിങ്ങമാസം. തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിക്കും. ചിങ്ങമാസത്തിലെ 1, 2, 5, 7, 8, 16, 19, 24, 28, 30 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. മകനക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും ലഭിക്കും. ബന്ധുക്കളോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യും. ആഡംബര വസ്തുക്കൾക്കായി പണം ചിലവഴിക്കേണ്ടതായിരിക്കും. സന്താനങ്ങൾക്ക് പഠനത്തിൽ പിന്നോക്കം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാനസിക പീഡകളിൽ നിന്ന് രക്ഷ നേടാനാവും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ചിങ്ങമാസത്തിലെ 1, 2, 3, 5, 6, 8, 17, 21, 26, 28 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. പൂല നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും അതുമൂലം പേരുദോഷം കേൾക്കാൻ ഇടവരികയും ചെയ്യും. എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയാൽ നഷ്ടങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. യാത്രാവേളയിൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ പണം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയും കാണുന്നു. ജോലിയിൽ പ്രമോഷനും പരിഗണിക്കപ്പെടും. ചിങ്ങമാസത്തിലെ 2, 3, 4, 10, 11, 27, 28 എന്നീ തീയതികൾ അത്ര ഗുണകരമായിരിക്കുകയില്ല. ഉത്തര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഈ ചിങ്ങമാസം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ അവസരം ലഭിക്കുകയും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുവാൻ അവസരം ലഭിക്കുകയും ചെയ്യും. ഭാര്യയുടെ സ്വത്ത് ഭാഗം വെച്ച് കിട്ടുക, തർക്കങ്ങൾ പരിഹാരം കണ്ടെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ചിങ്ങമാസത്തിൽ നടക്കും. ചിങ്ങമാസത്തിലെ 4, 5, 8, 12, 13, 14, 25 എന്നീ തീയതികൾ അത്ര ശുഭകരമായിരിക്കുകയില്ല. അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വ്യാപാര രംഗങ്ങളിൽ മാറ്റം വരുത്തുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് പുരോഗതി ഉണ്ടാകുന്ന സമയമായിരിക്കും. സർക്കാർ ജോലിക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. പിതൃ സ്വത്ത് ലഭിക്കുവാനും സാധ്യത പറയുന്നു. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ഗുണമായി സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാകും. ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ഗുണമായി മാറും. ചിങ്ങമാസത്തിലെ 7, 8, 9, 12, 14, 16, 24, 25 എന്നീ തീയതികൾ ഗുണകരം. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ കൂടിയേക്കും. സാമ്പത്തികമായി വരുമാനവും ചെലവും തുല്യമായി കണ്ടുവരുന്നതാണ്. സുഹൃത്തുക്കളുടെ കൂടെ യാത്രകൾ ചെയ്യുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സ്വസ്ഥത കുറയുവാനും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിന്റെ 15, 16, 17, 21, 22, 23 എന്നീ തീയതികൾ വളരെയധികം ഗുണം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ വിചാരിക്കാത്ത സമയത്ത് അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടതായി വരും. കർമ്മരംഗം പൊതുവെ ഗുണകരമായിരിക്കുകയില്ല. വസ്തുവകകൾ വിൽപ്പന നടത്തുവാനും കരാറടിസ്ഥാനത്തിൽ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുവാനും അവസരമുണ്ടാകും. പുതിയ വാഹനം, പുതിയ ബിസിനസ് എന്നിവ അധീനതയിൽ വന്നു ചേരുകയും ചെയ്യും. ചിങ്ങമാസത്തിന്റെ 3, 4, 5, 7, 8, 21, 22, 23, 24 എന്നീ ദിവസങ്ങൾ വളരെയധികം ഗുണം ഉണ്ടാക്കുന്ന ദിവസങ്ങളായിരിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ ഭൂമിയിൽ നിന്നുള്ള വരുമാനം ലഭിക്കും. കളവ് മുതൽ തിരികെ ലഭിക്കുവാൻ സാധ്യത കാണും. സമ്പാദ്യങ്ങളിൽ ഒരു ഭാഗം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഗുണം ഉണ്ടാകും. പ്രായമായവർക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാനും ആയുർ ദോഷം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. ചിങ്ങമാസത്തിലെ 1, 2, 3, 4, 5, 7, 8, 10, 11, 13, 21, 22, 26, 28 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ്. അനിഴ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക്
ചിങ്ങമാസത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ സംഘടനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കാലഘട്ടമാകും. വളരെ കാലമായി വെച്ചു പുലർത്തിയ ആഗ്രഹങ്ങൾ സാധിക്കുവാനും പുതിയ വാഹനങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകുകയും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടാകുകയും ചെയ്യും. ജോലിയിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ചിങ്ങമാസത്തിലെ 5, 6, 8, 10, 12, 14, 15, 19, 21, 27 എന്നീ തീയതികൾ വളരെയധികം ശോഭനമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ ചിങ്ങമാസം സാമ്പത്തികമായി പുരോഗതി കാണുന്നു. ലോണുകൾ പെട്ടെന്ന് ശരിപ്പെട്ട് കിട്ടുന്നതാണ്. സുഹൃത്തിന്റെ കുടുംബത്തിൽ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. വാണിജ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. പ്രധാനപ്പെട്ട രേഖകൾ ഒപ്പുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വഞ്ചിക്കപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിങ്ങമാസത്തിന്റെ 1, 2, 3, 4, 9, 15, 17, 18, 28, 29, 30 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമാണ്. മൂലനക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകും. ദൂരദേശത്തുള്ളവർ വീട്ടിൽ വരുവാൻ സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുവാനും വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾക്ക് ചേരുവാനും സാധ്യതയുണ്ട്. സ്വന്തം കട നടത്തുന്നവർക്ക് കച്ചവടം മന്ദഗതിയിലേക്ക് ആകുവാൻ സാധ്യത വരുന്നു. ചിങ്ങമാസത്തിന്റെ 4, 5, 6, 7, 10, 11, 12, 16, 18, 20, 25 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ്. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് സ്ഥാനപ്രാപ്തിയും സജ്ജന സമ്പർക്കവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സ്വന്തം ബന്ധങ്ങളിൽ നിന്ന് വിഘ്നങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട്. കൂട്ടുകച്ചവടത്തിൽ നിന്ന് കുടുംബ സ്വത്തിൽ നിന്നും ആദായം വർദ്ധിക്കുവാനും കാരണം. ജോലി സംബന്ധമായി സസ്പെൻഷൻ വരാൻ സാധ്യതയുണ്ട്. കോടതി വ്യവഹാരങ്ങളിൽ വിധി വരാൻ കാലതാമസം നേരിടുകയും ചെയ്യും. ചിങ്ങമാസത്തിലെ 9, 10, 11, 12, 27, 28 എന്നീ ദിവസങ്ങൾ അത്ര ഗുണകരമായിരിക്കുകയില്ല. ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഈ ചിങ്ങമാസത്തിൽ വാതുവയ്ക്കുവാനും ഏത് മാർഗം ഉപയോഗിച്ചും തൻ കാര്യം നേടിയെടുക്കാനുള്ള കഴിവ് പ്രദർശിപ്പിക്കും. എല്ലാ കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടെ വിലയിരുത്തേണ്ടതായി കാണും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയും. രാഷ്ട്രീയ പ്രവർത്തകർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും. ചിങ്ങമാസത്തിലെ 2, 4, 8, 13, 17, 21, 22 എന്നീ തീയതികൾ മേന്മ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ ഓഹരികൾ മുഖേനയോ വ്യാപാരം മുഖേനയോ സാധാരണയിലധികം പണം കൈവശം വന്നിരിക്കും. മാതാവിന് ചില അസുഖങ്ങൾ വന്നു ചേരുകയും ചെയ്യും. പുതിയ ചില കരാറുകൾ ഏറ്റെടുക്കുവാനും സാധ്യത കാണുന്നു. ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചിങ്ങമാസത്തിലെ 1, 2, 6, 7, 8, 9, 17, 20, 21, 22, 27 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായ ദിവസങ്ങളാണ്. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വിദേശത്തുള്ളവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ജോലിക്കയറ്റം പ്രതീക്ഷിക്കുകയും ചെയ്യാം. സ്ത്രീകൾക്ക് പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങുവാൻ ഇടവരും. പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. കൂട്ടുകച്ചവടം നഷ്ടത്തിലാകുകയും ചെയ്യും. ഭൂമി വിൽക്കുന്നവർക്ക് പ്രതീക്ഷിച്ചത്ര ലാഭം ഉണ്ടാകുവാൻ സാധ്യതയില്ല. ചിങ്ങമാസത്തിലെ 10, 11, 12, 18, 19, 21 എന്നീ തീയതികളിൽ ഗുണം അല്പം കുറവായിരിക്കും. ചതയ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ ജ്യോതിഷ സംബന്ധമായി പൂജാപരമായി വിഷയം കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ സന്ദർഭം വളരെ അനുകൂലമാണ്. പണവും പ്രശസ്തിയും വർദ്ധിക്കുകയും ഗൃഹാന്തരീക്ഷം പൊതുവെ നന്നായിരിക്കുകയും ചെയ്യും. വാക്തർക്കങ്ങളിൽ നിന്ന് കഴിവതും ഒഴിവായി നിൽക്കണം. ജോലിസ്ഥലത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാലഘട്ടമാണ്. ചിങ്ങമാസത്തിലെ 6, 7, 8, 9, 10, 11, 18, 21, 30 എന്നീ ദിവസങ്ങൾ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് തൊഴിൽ സംബന്ധമായി യാത്രകൾ ചെയ്യേണ്ടതായിരുന്നു. അത് വേണ്ടത്ര സൽഫലം ലഭിക്കുകയുമില്ല. ഈശ്വരാനുഗ്രഹത്താൽ വലിയ വിഷമങ്ങളെ ലഘൂകരിക്കുവാൻ സാധിക്കുന്നതാണ്. അർഹതപ്പെട്ട സ്വത്തുവകകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നു. ബന്ധുജനങ്ങളുമായി രമ്യതയിൽ എത്തുന്നതാണ്. തസ്കര ഭയം മൂലം ധനം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലെ 1, 8, 10, 11, 12, 20, 26, 28 എന്നീ തീയതികൾ വളരെയധികം ഗുണമുള്ള ദിവസങ്ങളായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ ദാമ്പത്യ സുഖവും മനസ്സുഖവും ഉണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും. എന്തു ലഭിച്ചാലും മനസ്സിന് പൂർണ്ണ സ്വസ്ഥത ലഭിക്കുകയില്ല. ഔദ്യോഗിക രംഗത്ത് മത്സരം ഉണ്ടാകുകയും ചെയ്യും. കലാരംഗത്തുള്ളവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ പുതിയ ശൈലി അവലംബിക്കുകയും ചെയ്യും. ചിങ്ങമാസത്തിലെ 1, 5, 6, 7, 8, 10, 14, 17, 21, 26, 30 എന്നീ തീയതികൾ വളരെയധികം ഗുണമുള്ള കാലഘട്ടമായിരിക്കും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് പ്രവർത്തന മണ്ഡലത്തിൽ ശത്രുക്കൾ വർദ്ധിക്കുവാനും ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടത്ര ഗുണം കിട്ടുവാനും സാധ്യതയില്ല.
കാർഷിക മേഖലയിൽ നല്ല ആദായം പ്രതീക്ഷിക്കാം. ദാനധർമാദികൾക്കായി പണം ചെലവഴിക്കുകയും ക്രയവിക്രയങ്ങളിൽ ഏജന്റായി പ്രവർത്തിക്കുകയും ചെയ്യും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന കാലഘട്ടവുമാണ് ഈ ചിങ്ങമാസം. ചിങ്ങമാസത്തിലെ 1, 2, 3, 5, 6, 7, 11, 15, 25, 28 എന്നീ തീയതികൾ വളരെയധികം ഗുണകരമാണ്. 1200 ആണ്ടില് ചിങ്ങമാസം 1-ാം തീയതി മുതൽ ചിങ്ങമാസം 31-ാം തീയതി വരെ, അതായത് 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 16-ാം തീയതി വരെയുള്ള 31 ദിവസത്തിൽ ഈ ഒരു മാസക്കാലത്തോളം അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചിരിക്കുന്നവർക്ക് സാധാരണ പൊതുവെ കണ്ടുവരാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഇവിടെ പല തീയതികൾ, ഓരോ നക്ഷത്രക്കാർക്കും ഓരോ തീയതികൾ ഗുണവും ദോഷവുമായി പറഞ്ഞിട്ടുണ്ട്. ഗുണമായി പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ആ തീയതികളിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. അതല്ല, ദോഷം പറഞ്ഞിരിക്കുന്നവർക്ക് ആ തീയതികൾ ഒന്ന് ശ്രദ്ധിച്ച് ആ ദിവസങ്ങളിലുള്ള ക്രയവിക്രയങ്ങളും യാത്രകളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.